നമസ്കാരം പ്രിയപ്പെട്ടവർ, ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോകളിൽ പലതും യഥാർത്ഥത്തിൽ ഇന്നലെ ചെയ്യേണ്ടതായിരുന്നു. ഇന്നലെയും മിനിഞ്ഞാന്നുമായി നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളായി മാറിയവയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അതിന് കാരണം സനാഥാലയം എന്ന പേരിൽ കിടിലം ഫിറോസും സുമിയും ചേർന്നൊരുക്കിയിരിക്കുന്ന ക്യാൻസർ ബാധിതരായ കുട്ടികളെ സംരക്ഷിക്കുന്ന സ്വർഗത്തിൽ സന്ദർശനം നടത്തി ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. 1 മണിക്കൂറിലധികമുള്ള ഒരു വീഡിയോ. ആ വീഡിയോ പരമാവധി ആളുകളിൽ എത്തുക എന്ന ലക്ഷ്യത്തിലാണ് ഞാൻ ഇന്നലെ മറ്റൊരു വീഡിയോയും ചെയ്യാതിരുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ദയവായി ഇന്നത്തെ വീഡിയോയുടെ മുമ്പ് ഇന്നലത്തെ വീഡിയോ ഉണ്ട്, അത് പോയി കാണണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. തീർച്ചയായും മിനിഞ്ഞാന്ന് കേരളത്തെ ഞെട്ടിച്ച മഹാദുരന്തമായിരുന്നു വയനാട് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ മീനാക്ഷി മലയിൽ സംഭവിച്ചത്. നമുക്ക് ഈ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പരിചയമാകുന്നത് തന്നെ ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. ചൂരൽമലയും മുണ്ടക്കൈയും അടക്കമുള്ള ദുരന്തബാധിത പ്രദേശങ്ങൾ ഈ മീനാക്ഷി മലയിൽ നിന്നും ഏതാണ്ട് 5 കിലോമീറ്റർ മാത്രം അകലെയാണ്. അവിടെയാണ് മിനിഞ്ഞാന്ന് അതിഭയങ്കരമായൊരു അപകടമുണ്ടായത്. ആ അപകടത്തിലെ ദൃശ്യങ്ങൾ കണ്ടവരൊക്കെ ആദ്യം ചോദിച്ചത് ഈ ദുരന്തത്തിൽ ഇത്ര പേർ മാത്രമേ മരിച്ചുള്ളൂ എന്നാണ്. നമ്മൾ കരയുകയായിരുന്നു, യാചിക്കുകയായിരുന്നു അധികമാരും മണ്ണിനടിയിൽ പോവാതിരിക്കാൻ. അത്ര വലിയ ആഘാതത്തിലായിരുന്നു ഒരു മല ഇടിഞ്ഞിങ്ങ് വന്നത്. പക്ഷെ എന്നിട്ടും മരണം 3-ൽ കുറച്ചു പേർക്ക് പരിക്കേറ്റു എന്നതിന് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. പക്ഷെ എങ്ങനെയാണ് ദുരന്തമുണ്ടായത് എന്നത് നമ്മൾ പരിഗണിക്കാതിരുന്നുകൂടാ. ഇപ്പോഴും നിനക്ക് പിണറായിയോടുള്ള വിരോധം മാറിയില്ലേ എന്നൊക്കെ ആളുകൾ ചോദിക്കും. പക്ഷെ പറയാതിരിക്കുന്ന നിവൃത്തിയില്ല. വയനാട് തുരങ്കപാത ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയായി പിണറായി വിജയൻ വിഭാവന ചെയ്തതാണ്. വാസ്തവത്തിൽ വയനാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം വെച്ച് നോക്കുമ്പോൾ നമുക്കതിനെ കുറ്റം പറയാൻ സാധ്യമല്ല. കാരണം താമരശ്ശേരി ചുരം ഒട്ടുമിക്ക ദിവസങ്ങളിലും ഗതാഗത സ്തംഭനത്തിന് കാരണമാകും. വയനാട്ടിലിരിക്കുന്ന ഒരാൾക്കും കോഴിക്കോട് വന്ന് ട്രെയിൻ കയറുക സാധ്യമല്ല. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് എത്താൻ കഴിയില്ല. ആ ചുരം ഇറങ്ങി വരികയും ആ ചുരം കയറിപ്പോവുകയും ചെയ്യുന്നവർക്ക് മാത്രമേ അതിൻ്റെ ദുരിതമറിയാൻ കഴിയൂ. വളവുകളിലൂടെ ലോറി പോലുള്ള വലിയ വാഹനങ്ങൾ കടന്നു വരുന്നത് എതിർവശത്തു കൂടിയാണ്. കാരണം അവർക്ക് ഈ സൈഡിൽ കൂടെ തിരിയാൻ കഴിയില്ല. അതുകൊണ്ട് അവർ മറുവശത്ത് പോയി കറങ്ങി വരികയാണ്. ഈ പോക്കിനിടയിൽ ഏതെങ്കിലും ഒരു ലോറി കേടായി പോയാൽ റോഡ് മുഴുവൻ സ്തംഭിച്ചു പോകും. ഇതാണ് വയനാട് ചുരത്തിൻ്റെ അവസ്ഥ. ഈ അവസ്ഥയിൽ വയനാട്ടിൽ നിന്ന് ആർക്കും കൃത്യസമയത്ത് ഒരു ട്രെയിൻ പിടിക്കാനോ വിമാനം പിടിക്കാനോ സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ ബദൽ വഴികൾ തേടേണ്ടത് ആവശ്യമാണ്. എന്നാൽ ആ ബദൽ വഴികൾ തേടുമ്പോൾ അത് ദുരന്തങ്ങൾക്ക് കാരണമാവാതിരിക്കാൻ ഉള്ള ജാഗ്രത പാലിക്കുന്നതിൽ പിണറായി സർക്കാരിന് വീഴ്ച പറ്റി. കള്ളാടി ആനക്കാംപോയിൽ തുരങ്കപാത വിഭാവന ചെയ്തപ്പോൾ ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ പരിഗണിക്കണമായിരുന്നു. മനുഷ്യൻ താമസിക്കാൻ പോലും പാടില്ലാത്ത ചില ഇടങ്ങൾ നമുക്കിടയിലുണ്ട്. പക്ഷെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അവിടെയൊക്കെ നമ്മൾ താമസിക്കുന്നു. മലയോര പ്രദേശങ്ങൾ എന്നറിയപ്പെടുന്ന കുടിയേറ്റ ദേശങ്ങൾ മിക്കതും അങ്ങനെ തന്നെയാണ്. പിൽക്കാലത്താണ് ഈ കുടിയേറ്റ ദേശങ്ങൾ വാസയോഗ്യമായ ഇടങ്ങളായി മാറുന്നത്. എന്നാൽ ഈ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടാവുന്നത് പലപ്പോഴും ഇത്തരം മലയോര പ്രദേശങ്ങളിലാണ്. നമ്മൾ ഉരുൾപൊട്ടലിൻ്റെയും മണ്ണിടിച്ചിലിൻ്റെയും ഒക്കെ കഥയെടുക്കുമ്പോൾ എല്ലാം ഇത്തരം മലയോര പ്രദേശങ്ങളിലാണ്. പക്ഷേ 1 നൂറ്റാണ്ടിലധികമായി മനുഷ്യർ കുടിയേറി പാർത്ത ഇടങ്ങളാണ് ഇവയൊക്കെ. ഇവിടെയൊന്നും മനുഷ്യന് താമസിക്കാൻ കഴിയുന്ന ഇടങ്ങളായിരുന്നില്ല. എന്നാൽ ഭക്ഷ്യക്ഷാമത്തെ മറികടക്കാനും കൃഷിയോടുള്ള നമ്മുടെ താല്പര്യവുമൊക്കെ മൂലം നമ്മൾ ഇത്തരം ഇടങ്ങളിലേക്ക് വാസമുറപ്പിച്ചു. എന്നാൽ ഇന്ന് നമുക്ക് കുറച്ചുകൂടി വിവരമുണ്ട്. ആ സാഹചര്യത്തിൽ ചിലയിടങ്ങളിലെങ്കിലും പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ നീക്കി അവിടെ ദുരന്തങ്ങളെ ഒഴിവാക്കാൻ വേണ്ടത് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. എല്ലാ മലയോര പ്രദേശങ്ങളും നമുക്ക് മനുഷ്യവാസം ഒഴിപ്പിക്കാൻ സാധ്യമല്ല. എന്നാൽ പുതിയ ദുരന്ത മേഖലകൾ സൃഷ്ടിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. നമുക്ക് പാത ആവശ്യമാണെങ്കിലും ആ പാത കടന്നു പോകുന്ന വഴികൾ നമുക്ക് കുത്തിപ്പൊളിക്കാൻ പറ്റിയതാണോ എന്ന് പരിഗണിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഓൾട്ടർനേറ്റീവ് വഴി നോക്കണം. ഈ വയനാട് ചുരം തന്നെ 2 വശത്തും വീതി കൂട്ടി വർദ്ധിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതുതന്നെയാണ് അവിടേക്കുള്ള ഏറ്റവും എളുപ്പവഴി. അതിന് ശ്രമിക്കാതെ നമ്മൾ ഒരു തുരങ്കപാതയ്ക്ക് ശ്രമിക്കുമ്പോൾ ആ തുരങ്കപാത സുരക്ഷിത മേഖലയിലൂടെ ആണോ എന്ന് നോക്കാതെ നമ്മൾ ചെയ്തതിൻ്റെ തുടക്കമാണിത്. ഈ തുരങ്കപാതയുടെ തുടക്കത്തിൽ തന്നെ ഇങ്ങനൊരു ദുരന്തമുണ്ടായി മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടെങ്കിൽ ഇനിയുള്ള കാലത്തെ അവസ്ഥ എന്തായിരിക്കും? സ്വാഭാവികമായും ചിന്തിക്കേണ്ട സംഗതിയാണിത്. യഥാർത്ഥത്തിൽ ഇത് പരിസ്ഥിതി ദുർബല പ്രദേശമാണ്. അതായത് തൂമ്പ കൊണ്ട് പോലും കിളയ്ക്കരുത് എന്നാണ് നിയമം പറയുന്നത്. ഇക്കാര്യം മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ പരിസ്ഥിതി ദുർബല പ്രദേശമല്ല എന്ന് റിപ്പോർട്ട് കൊടുത്ത് ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞാണ് പിണറായി സർക്കാർ ഇതിന് അനുമതി വാങ്ങിയത്. എന്ന് വെച്ചാൽ ഒരു രാജ്യത്തൊരു നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതുണ്ടാക്കാൻ ഇടയുള്ള ദുരന്തങ്ങളടക്കമുള്ള, അത് പ്രകൃതിക്കാവാം മനുഷ്യനാവാം, അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഇത് മനഃപൂർവ്വം മറച്ചു വെച്ച് ഇത് പരിസ്ഥിതി ദുർബല പ്രദേശമേ അല്ല, അവിടെ ഒരു വിധത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്ന് നുണ പറഞ്ഞെഴുതി കൊടുക്കുമ്പോൾ ഇത് ചോലക്കാടുകൾക്കിടയിൽ അനേകം ആദിവാസി ഊരുകൾക്കിടയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന വാസ്തവം മറച്ചുവെച്ചു.
അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഈ പദ്ധതിക്ക് മുൻകൈ എടുത്തപ്പോൾ വയനാട്ടിലെ ജനങ്ങളെ പ്രീതിപ്പെടുത്താൻ കഴിയുമെന്ന് ആഗ്രഹിച്ചെങ്കിലും ആ പദ്ധതി ഈ നാടിനുണ്ടാക്കാൻ ഇടയുള്ള സാഹചര്യങ്ങളെ മനഃപൂർവ്വം അവഗണിച്ചതിൻ്റെ തുടക്കമാണിത്. ഓർക്കണം, ഈ പദ്ധതി തുടങ്ങിയതേ ഉള്ളൂ. തുരങ്കപാത നിർമ്മിച്ചു തുടങ്ങി അകത്തോട്ട് കയറുമ്പോൾ എത്ര ഭയാനകമായ അപകട സാധ്യതയാണ് ഇതിനുള്ളത്. ഇത് നമ്മൾ മറന്നുപോകരുത്. ഒരു തൂമ്പ പോലും ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണം ഉണ്ടാവേണ്ട ഇടത്താണ് പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ട് കിട്ടുക എന്ന ലക്ഷ്യത്തിൽ അവിടെ 2 സ്ഫോടനങ്ങൾ നടത്തി ഉദ്ഘാടനം ചെയ്തത്. ഈ വാർത്ത നമ്മളൊക്കെ കണ്ടതാണ്. പിണറായി പോയി സ്ഫോടനം നടത്തിയ വാർത്ത വലിയ തോതിൽ പുറത്തേക്ക് വന്നു. പിണറായി സ്ഫോടനം നടത്തുന്നു. പിന്നീട് സ്ഫോടന പരമ്പരയിലൂടെ മാത്രമേ ഈ തുരങ്കപാത മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. ഇതിനെ താങ്ങാനുള്ള ശേഷി ഈ മലനിരയ്ക്കുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരമാണിത്. ഈ അപകടമുണ്ടാവാൻ പ്രധാന കാരണമായി പറയുന്നത് അശാസ്ത്രീയ മണ്ണ് സംഭരണമാണ്. ഇവിടെ നിന്നും കുത്തിയെടുക്കുന്ന മണ്ണുകൾ കൃത്യമായി അത് സൂക്ഷിക്കാൻ ചില നിബന്ധനകളുണ്ട്. അത് സമ്മതിച്ചു കൊടുത്തില്ല. ക്യാമൽ ഹംപ് ഹിൽസ് എന്നായിരുന്നു ബ്രിട്ടീഷുകാർ ഈ ഇടത്തെ വിശേഷിപ്പിച്ചത്. അങ്ങനെയുള്ള കള്ളാടിക്കുന്നിലാണ് വലിയ കുന്നുകൂട്ടി മണ്ണിട്ടത്. ഈ മണ്ണ് സംഭരിച്ച് സൂക്ഷിച്ചത് തെറ്റായ രീതിയിലായിരുന്നു. അങ്ങനെ സൂക്ഷിക്കാൻ പാടില്ലായിരുന്നു. അവിടെ മഴ പെയ്യുന്നു. ആ മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായും ആ മണ്ണ് ഭൂമിയിലേക്ക് ഇരിക്കുന്ന സാഹചര്യമുണ്ടാവും. ഭൂമിക്ക് വിള്ളലുണ്ടാവും. മലനിര ഇടിഞ്ഞു പോരും. ഇത് സ്വാഭാവികമാണ്. ആ മണ്ണിൻ്റെ ഭാരം താങ്ങാൻ ആ മലയ്ക്ക് കഴിയുമായിരുന്നില്ല. ജില്ലാ കളക്ടർ കൃത്യമായി കമ്പനിക്ക് നിർദ്ദേശം കൊടുത്താണ്. പക്ഷേ കമ്പനി ഗവനിച്ചില്ല. കാരണം ആ കമ്പനിയുടെ പശ്ചാത്തലം അങ്ങനെ തന്നെയാണ്. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ഇത് മനുഷ്യർ ബോധപൂർവം നിർമ്മിച്ച ദുരന്തമാണ് എന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ എല്ലാ ദുരന്തങ്ങളും പലപ്പോഴും നമ്മൾ നിർമ്മിക്കുന്നതാണ്. ഇത് വോട്ടിനു വേണ്ടി പിണറായി വിജയൻ്റെ കാലത്ത് ഒരുക്കി വെച്ച ഒരു കെണിയാണ് ഇപ്പോൾ ദുരന്തമായി പുറത്തേക്ക് വന്നത്. 250 മില്ലിമീറ്ററിലധികം മഴ പെയ്യുന്നുണ്ടെങ്കിൽ നിർമ്മാണം പാടില്ല എന്ന് കർശനമായി ദുരന്ത നിവാരണ അതോറിറ്റി റിപ്പോർട്ട് കൊടുത്താണ്. ഈ ദുരന്തം ഉണ്ടാകുമ്പോൾ 264 മില്ലിമീറ്റർ ആയിരുന്നു മഴ അവിടെ പെയ്തുകൊണ്ടിരുന്നത്. എല്ലാ അർത്ഥത്തിലും നിയമലംഘനം നടത്തുന്ന ഒരു കമ്പനിയാണ് ഈ കച്ചവടം ഏൽപ്പിച്ചത്. അവിടെയാണ് പിണറായി വിജയൻ വീണ്ടും കുറ്റക്കാരനാവുന്നത്. പിണറായിയുടെ നേതൃത്വത്തിൽ വലിയ ചില വികസന പദ്ധതികൾ വിഭാവന ചെയ്തപ്പോൾ അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം വികസനമായിരുന്നില്ല, പണമായിരുന്നു, കമ്മീഷനായിരുന്നു എന്ന് സംശയിക്കാവുന്ന നിരവധി സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കെയറെയിലിൻ്റെ ഭാഗമായി സിൽവർ ലൈൻ പദ്ധതി പ്രഖ്യാപിച്ചതും അങ്ങനെയായിരുന്നു. ഏതാണ്ട് 1 ലക്ഷത്തിലധികം കോടി ചെലവാകുന്ന ഈ പദ്ധതിയുടെ പർച്ചേസ് മാത്രമായിരുന്നു പിണറായിയുടെ ലക്ഷ്യം. അല്ലാതെ ഇവിടെ അതിവേഗ പാത കൊണ്ടുവരാനായിരുന്നില്ല. അതുകൊണ്ടാണ് ആർക്കും വേണ്ടാത്ത സ്റ്റാൻഡേർഡ് ഗേജുമായി അന്നെത്തിയത്. ഇത്തരത്തിൽ വൻകിട വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുകയും അതിന് പിന്നിൽ കമ്മീഷൻ അടിച്ചു മാറ്റുകയും ചെയ്യുന്ന പിണറായി സർക്കാരിൻ്റെ തുടർച്ചയായ അതിമോഹത്തിൻ്റെ ആർത്തിയുടെ ഭാഗമായിരുന്നു ഈ പദ്ധതിയും. ഭോപ്പാൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദിലീപ് ബിൽഡ്കോൺ എന്നു പേരുള്ള ഈ വലിയ കമ്പനി വലിയ റോഡ് വികസന പദ്ധതികളുടെയൊക്കെ ഭാഗമാണെങ്കിലും അവർ നിയമവിരുദ്ധ പ്രവർത്തികൾ ചെയ്തതിൻ്റെ പേരിൽ പിഴ കൊടുത്തിട്ടുള്ള കമ്പനിയാണ്. ഇത്തരമൊരു കമ്പനിയെ കൊണ്ട് ധൃതി പിടിച്ച് കരാറിലേർപ്പെടുത്തി ഈ തുരങ്കപാത കൊടുത്തത് തന്നെ എത്രയും വേഗം കമ്മീഷൻ കിട്ടാനാണ്. വാസ്തവത്തിൽ സർക്കാർ ചെയ്യേണ്ടത് ഈ പദ്ധതിയുടെ പിറകിൽ പിണറായി എന്ത് സാമ്പത്തിക താല്പര്യമെടുത്തു എന്ന് കാണിക്കാനാണ്. കേരളത്തെ പടിപടിയായി മുക്കിക്കൊല്ലാനുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഇതൊന്നുകൂടി ആലോചിക്കണം. ഒരിക്കലും തീരാത്ത ഒരു പദ്ധതിയായി ഇത് മാറാം. തുടക്കത്തിലെ ഇങ്ങനെയൊരു ദുരന്തമുണ്ടായെങ്കിൽ ഇനി പദ്ധതി മുമ്പോട്ട് പോകുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? പദ്ധതി ആരംഭിച്ചതേ ഉള്ളൂ. കുറച്ചു ഭാഗം മാത്രമേ മാന്തിയെടുക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഭയാനകമായ അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് മുമ്പോട്ട് പോകുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഒരിക്കലും തീർക്കാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ അതിനിടയിൽ കമ്മീഷൻ കൈപ്പറ്റേണ്ടവർ അത് കൈപ്പറ്റും. കമ്പനിക്ക് കിട്ടാനുള്ള പണം കിട്ടും. ബൈജു സമി കമ്പനിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ശ്രദ്ധേയമായ കാര്യമാണ്, കേൾക്കാതെ പോവരുത്. വയനാട് തുരങ്കപാത കേന്ദ്രമായ കല്ലടിയിൽ തുരങ്കം നിർമ്മിക്കുന്ന ദിലീപ് ബിൽഡ്കോൺ എന്ന കമ്പനി ഗുരുതരമായ കുറ്റകൃത്യമാണ് ചെയ്തതെങ്കിലും അന്തങ്ങൾ മിണ്ടാത്തതും ദാസപ്പൻ ഗർജിക്കാത്തതും എന്തെന്ന് അറിയില്ലെങ്കിൽ ദേ പിടിച്ചു അതിൻ്റെ കാരണം. ദിലീപ് ബിൽഡ്കോൺ ഒരു ഫ്രോഡ് ബിനാമി കമ്പനിയാണ്. അതിൻ്റെ ഉടമ ദിലീപ് സൂര്യവംശി മധ്യപ്രദേശിലെ BJP മുഖ്യമന്ത്രിയായിരുന്ന ശിവരാജ് സിംഗ് ചൗഹാൻ്റെ അടുത്ത ബന്ധുവാണ്. NHAIയിലെ കൈക്കൂലി കേസിൽ ജിയുടെ തന്നെ CBI 2022 കമ്പനിക്കെതിരെ കേസെടുക്കുകയും എക്സിക്യൂട്ടീവ് ഡയറക്ടർ അടക്കം 4 പേരെ അറസ്റ്റ് ചെയ്തതുമാണ്. ദിലീപ് സൂര്യവംശിയെ കേസിൽ നിന്ന് ഊരിയത് ചൗഹാൻ്റെ ഇടപെടൽ മൂലമാണ്. അത്തരം ഫ്രോഡ് കമ്പനിയെ മേപ്പാടി തുരങ്കം കരാർ ഏൽപ്പിച്ചതിന് പിന്നിൽ ആരെന്ന് ഞാൻ എടുത്തു പറയേണ്ട കാര്യമുണ്ടോ? മുക്കുക നക്കുക എന്ന മുദ്രാവാക്യം വിളിക്കുന്ന ദാസപ്പനല്ലാതെ ആര്? വർഗീയ വിഷമാണെങ്കിലും ആ കരാർ വെള്ളാപ്പള്ളിക്ക് കൊടുക്കുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം ഇതിലും ഫ്രാജയിലായ മലകളെ തുറന്ന് 5 കിലോമീറ്റർ വരെയൊക്കെ നീളമുള്ള തുരങ്കം വെള്ളാപ്പള്ളി പണിതിട്ടുണ്ട്. കൂടാതെ SNDP യോഗം കുറേ ദശാബ്ദങ്ങളായി തുരന്ന് മണ്ണടക്കം എടുത്ത് വീട്ടിൽ കൊണ്ടുപോകുന്ന വെള്ളാപ്പള്ളി മേപ്പടിയിലെ മണ്ണ് തുരന്ന് കണിച്ചകുളങ്ങര കൊണ്ടുപോയേനെ.
അതിൻ്റെ വീതം ദാസപ്പന് കൊടുക്കുകയും ചെയ്തേനെന്നാണ് എൻ്റെ അഭിപ്രായം. വാസ്തവത്തിൽ വെള്ളാപ്പള്ളി കൺസ്ട്രക്ഷൻസും ഈ വെള്ളാപ്പള്ളിയും തമ്മിൽ ആശയക്കുഴപ്പം സ്വാമിക്കുണ്ടായെന്ന സംശയം എനിക്കുണ്ട്. അങ്ങനെ സ്വാമി സംശയാതീതമായി തന്നെ എഴുതുന്ന ആളായ കാരണം അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഭോപ്പാലിലെ കുപ്രസിദ്ധമായൊരു കമ്പനിക്ക് പിണറായി വിജയൻ്റെ സർക്കാർ ധൃതി പിടിച്ച് ഈ കരാർ കൊടുത്തതിൻ്റെ പേരിൽ സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹത സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ ദുരന്തം ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ഈ ഇടപാടിൻ്റെ പിന്നിലെ ദുരൂഹത നീക്കുകയാണ്. പിണറായി സർക്കാർ ഏതെല്ലാം തരത്തിൽ ഈ സമൂഹത്തെ ദ്രോഹിക്കാൻ ശ്രമിച്ചു എന്നതിൻ്റെ ഒടുവിലത്തെ തെളിവായി മാറുകയാണ് വയനാട്ടിലെ ഈ മഹാദുരന്തം.